ഇരുട്ടായി. മേളിലോട്ട് നോക്കുമ്പോൾ ഒന്നും മേളിൽ കാണുന്നതേ ഇല്ല, ഇരുട്ടായി. അത് 10-22 മണിക്കൂർ അതിനകത്ത് തന്നെ കിടന്നു. ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ആംബുലൻസിൽ കിടക്കും. പുള്ളിക്കാരൻ വന്നിട്ട് എന്നെ കാണാതിരുന്നപ്പോൾ അടുത്ത വീട്ടിലൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ നോക്കി നടക്കുന്നുണ്ട്. ഈ ലൈറ്റ് അടിക്കുന്നതൊക്കെ നമുക്ക് കാണാകത്ത്. ഈ ദാഹിക്കുന്ന സമയത്തൊക്കെ ഞാൻ അതിൽ നിന്ന് വെള്ളം കോരി കുടിച്ചു. അടുത്ത് എന്ന് കഴിഞ്ഞപ്പോഴാണ് പന്നിയാന്ന് കാണട്ടെ. ആ സാധനത്തിന്റെ അരുവിലെങ്ങാണ്ടാ ചവിട്ടി, അതങ്ങ് പൊട്ടി താഴോട്ട് പോയി. നമസ്കാരം. ഞാനിപ്പോൾ ഉള്ളത് അടൂര് വടക്കെടുത്തുകാവ് എന്ന് പറയുന്ന ഒരു സ്ഥലത്താണ്. നമ്മളിന്ന് കാണാനായിട്ട് പോകുന്നത് ഒരു ചേച്ചീനെയാണ്. ആ ചേച്ചിയുടെ ഒരു പ്രത്യേകത എന്നാന്ന് വെച്ച് കഴിഞ്ഞാൽ 2 ആഴ്ചയ്ക്ക് മുന്നേ ഒരു കാട്ടുപന്നി ആക്രമിക്കാൻ വന്നപ്പോൾ സ്വയരക്ഷയ്ക്ക് വേണ്ടിയിട്ട് ചേച്ചി ഒരു കിണറിന് മുകളിലേക്ക് കയറി നിൽക്കുകയും അങ്ങനെ ആ കിണറിൻ്റെ മുകളിൽ വെച്ചിരുന്ന ആ ഒരു മൂടി പൊട്ടി കിണറ്റിലേക്ക് വീണു കഴിഞ്ഞതിന് ശേഷം 24 മണിക്കൂർ ആ ചേച്ചി അതിൻ്റെ അകത്ത് ഈ കിണറിൻ്റെ അകത്ത് അകപ്പെട്ട് കിടന്നു എന്നുള്ളതാണ്. ആ ചേച്ചി അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു. ചേച്ചീനെ പിന്നീട് ഫയർഫോഴ്സുകാരും മറ്റുമൊക്കെ വന്ന് രക്ഷപ്പെടുത്തുമായിരുന്നു. എന്നാലും 24 മണിക്കൂർ കിണറിൻ്റെ അകത്ത്, അത് ചെറിയ ആഴമുള്ള കിണറൊന്നുമല്ല, നല്ല ആഴമുള്ള കിണർ തന്നെയാണ്. അപ്പോൾ നമ്മളിപ്പോൾ ആ ഒരു ലൊക്കേഷനിലാണ് നിൽക്കുന്നത്. നമുക്കിനി ആ കിണർ കാണാം. അതിനുശേഷം നമുക്ക് ആ ചേച്ചിയോട് നേരിട്ട് അതിനെക്കുറിച്ച് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഇവിടെയാണ് ആ ഒരു കിണർ ഉള്ള സ്ഥലം. ഇപ്പോൾ ഇവരെ കാണുന്നുണ്ട്. ഇതാണ് കിണർ. ഈ ഒരു കിണറിൻ്റെ അകത്താണ് ഈ ഒരു സംഭവം നടന്നത്. നമുക്ക് ആ കിണറൊന്ന് അടുത്ത് പോയി അടുത്തുനിന്ന് കാണാം. ഈ ഒരു കിണറിലാണ് 24 മണിക്കൂർ നേരം ആ ചേച്ചി ഒറ്റയ്ക്ക് കഴിഞ്ഞത്. എന്നാലും വളരെ അത്ഭുതകരമായിട്ട് ആ ചേച്ചി രക്ഷപ്പെട്ടു എന്നുള്ളതാണ് ഇതിൻ്റെ അകത്ത് ഏറ്റവും സന്തോഷകരമായ ഒരു കാര്യം. ഈ കിണറിൻ്റെ ആഴം ശ്രദ്ധിച്ചാൽ തന്നെ നിങ്ങൾക്ക് മനസ്സിലാവും. നല്ല ആഴമുണ്ട്. 50-60 അടി ആഴമുള്ള ഒരു കിണറാണിത്. നമുക്ക് ഇതിനകത്ത് കിടക്കുന്ന വെള്ളം പോലും കാണാനായിട്ട് വളരെ കുറച്ചായിട്ട് കാണത്തുള്ളൂ. പക്ഷെ എന്നാലും ഈ പ്രദേശത്തൊക്കെ വീടുകളൊക്കെ ഉള്ള പ്രദേശമൊക്കെ തന്നെ കേട്ടോ. ഇവിടെയാണ് ഈ കിണറെങ്കിൽ പോലും ഈ പ്രദേശത്തൊക്കെ വീടുണ്ട്. അപ്പുറത്തും ഇപ്പുറത്തൊക്കെ വീടുള്ളതാണ്. കാട്ടുപന്നീനെ കണ്ടപ്പോൾ പെട്ടെന്ന് ചാടി ഇതിന് മുകളിലേക്ക് കയറി. അങ്ങനെ ഈ ഒരു സാധനം അല്ലേ പൊട്ടി വീണത്, ഇതായിരുന്നു അതിൻ്റെ മുകളിൽ വെച്ചിരുന്നത്. അങ്ങനെ അത് പൊട്ടി വീണ് അങ്ങനെയാണ് താഴേക്ക് പോയത്. ആ ചേച്ചിയോട് തന്നെ നേരിട്ട് കാര്യങ്ങൾ ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. നിങ്ങളിപ്പോൾ ആ കിണർ കണ്ടല്ലോ. അപ്പോൾ ആ കിണറിൻ്റെ ആഴം തന്നെ കണ്ടാൽ അറിയാം. 60 അടി താഴ്ചയുള്ള കിണറാണ്. അത്രയും താഴത്തിൽ വീണിട്ടും ഇത്ര അത്ഭുതകരമായിട്ട് രക്ഷപ്പെട്ടു എന്ന് പറയുന്നത് തന്നെ വലിയ കാര്യമാണ്. നമുക്ക് ആ ചേച്ചിയോട് എങ്ങനെയാണ് അത്രയും നേരം അതിൻ്റെ അകത്ത് ഇങ്ങനെ പിടിച്ച് നിന്നത് എന്നുള്ള കാര്യമൊക്കെ നമുക്ക് നേരിട്ട് ആ ചേച്ചിയോട് തന്നെ ചോദിച്ച് മനസ്സിലാക്കാം. ഇതാണ് ആ ചേച്ചിയുടെ വീട്. ഇതിന് തൊട്ടടുത്ത് ഈ ഒരു പ്രദേശത്തായിട്ടാണ് ആ കിണറുള്ളത്. ഏതായാലും നമുക്ക് ആ ചേച്ചിയോട് നമുക്ക് നേരിട്ട് കാര്യങ്ങൾ ഒന്ന് വിശദമായിട്ട് ചോദിച്ച് മനസ്സിലാക്കാം. ഇതാണ് ചേച്ചിയുടെ വീട്. നമുക്ക് ചേച്ചിയോട് നേരിട്ട് ചോദിച്ച് മനസ്സിലാക്കാം കേട്ടോ. ഇതാണ് ചേച്ചിയുടെ പേരെങ്ങനെയാ ചേച്ചി? എൻ്റെ പേര് എലിസബത്ത് ബാബു എന്നാ. എന്നെ റോസമ്മ എന്ന് എല്ലാവരും വിളിക്കും. ചേച്ചി ഈ സംഭവം നടന്നിട്ട് ഇപ്പം എത്ര ദിവസമായി? മാർച്ച് 4 തിങ്കളാഴ്ച വൈകിട്ട് ഞാൻ ആ പറമ്പിലോട്ട് ഇറങ്ങിപ്പോയതാ. പോയ സമയത്താ ഈ ആദ്യം പന്നിയാന്ന് മനസ്സിലായില്ല നമുക്ക്. ഈ ഒരു സാധനം അവിടെ നിൽക്കുന്നത് കണ്ടു. പന്നിയാന്നുള്ള ചിന്തയില്ലായിരുന്നു, വേറെന്തോ ആണെന്നുള്ള രീതിയിൽ നമ്മൾ അങ്ങോട്ടങ്ങ് ചെന്നു. അടുത്ത് ചെന്ന് കഴിഞ്ഞപ്പോഴാണ് പന്നിയാന്ന് കണ്ടേ. പിന്നെ നമുക്ക് എങ്ങോട്ടും ഓടാൻ പറ്റാത്തൊരവസ്ഥയായിരുന്നു. അപ്പം നമ്മളിങ്ങനെ കുനിഞ്ഞിട്ട്
എന്തെങ്കിലും ഒന്ന് എടുത്ത് അതിനെ അനക്കി ഓടിക്കാമെന്ന് വെച്ചപ്പോഴേ ഇത് ആദ്യം വന്ന് നമ്മുടെ ഇവിടെ ഇങ്ങനെ അമക്കി ആ കിണറിൻ്റെ ആ പ്ലാറ്റ്ഫോമിൻ്റെ അവിടോട്ട് അമക്കി അങ്ങ് വെച്ചു. പിന്നെ പുറകോട്ട് പോയി. പിന്നെ പുറകോട്ട് പോയിട്ട് ഇത് ചാടി വരുമെന്ന് കേട്ടിട്ടുണ്ട്. അപ്പം ഇത് പുറകോട്ട് പോയ സമയം കൊണ്ട് ഞാൻ പതുക്കെ അവിടെ ഇരുന്നിട്ട് ഈ കിണറിൻ്റെ തിട്ടേ കയറി നിന്നിട്ട് നോക്കിയപ്പോഴും ഇത് അവിടെ തന്നെ നിൽപ്പുണ്ട്. അവിടെ തന്നെ നിൽക്കുന്നത് കണ്ടപ്പോൾ എനിക്കൊരു ഭയം വീണ്ടും തോന്നിയത് തന്നെയുമല്ല, എനിക്ക് മുന്നോട്ട് ചാടിയാൽ ഈ പന്നിയുടെ മുമ്പിലോട്ട് തന്നെ വരും, പുറകോട്ട് പോയാൽ കിണർ. അപ്പം ഞാൻ അവിടെ തന്നെ ഇങ്ങനെ നിൽക്കുക. അവിടെ തന്നെ നിൽക്കുന്ന സമയത്ത് നമ്മൾ ദൂരോട്ട് നോക്കിയപ്പോൾ ഇതേപോലെ ഒരെണ്ണത്തിനെ കൂടെ കണ്ടു. ആ ഒരെണ്ണത്തിനെ കൂടെ കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ പുറകോട്ട് കാല് വലിച്ച് പുറകോട്ട് ഇച്ചിരി കൂടെ സൈഡ് ഒതുങ്ങി നിൽക്കാമെന്നുള്ള ഇതിൽ പുറകോട്ട് നിന്നപ്പോഴത്തേനും താഴോട്ട് പോയി. ആ മുകളിൽ വെച്ചിരുന്ന സംഭവം പൊട്ടി വീണു. ആ സാധനത്തിന്റെ അരുവിലെങ്ങാണ്ടാ ചവിട്ടി അതങ്ങ് പൊട്ടി താഴോട്ട് പോയി. അങ്ങനെ ഉപയോഗിക്കാതെ കുറേ വർഷം കൊണ്ട് ഉപയോഗിക്കാതെ വെച്ചാല് ഈ പന്നിശല്യം കൊണ്ടാണ് നമ്മളവിടെ കൃഷി ചെയ്യാത്ത. വേറൊരാളുടെ പറമ്പാണെങ്കിലും ഞങ്ങളായിരുന്നു അവിടെ കൃഷി ചെയ്തുകൊണ്ടിരുന്നേ. പക്ഷെ ഈ പന്നിയുടെ ശല്യം കൊണ്ട് ഇപ്പോൾ കുറേ നാൾ കൊണ്ട് ഒന്നും ചെയ്താൽ കിട്ടത്തില്ല നമുക്ക്, അതുകൊണ്ട് ചെയ്യുന്നില്ല. അപ്പൊ ഈ കിണറിന്റെ മണ്ടയിൽ ഇതെല്ലാം എടുത്ത് ആട്ടുംകുട്ടിയൊന്നും വീഴാതിരിക്കാനെ കൊണ്ട് ഇതെല്ലാം എടുത്ത് ഇതിന്റെ മണ്ടയിൽ വെച്ചിട്ട് അവിടുത്തെ അങ്ങനെ കിടക്കുന്ന ഉപയോഗശൂന്യമായിട്ട് കിടക്കുന്ന ഒരു കിണറായിരുന്നു. പക്ഷെ നമ്മൾ ആ സൈഡിൽ എവിടെയോ ചവിട്ടിയ സമയത്ത് അതങ്ങ് താഴോട്ട് പോയി. അങ്ങനെ തന്നെ താഴോട്ടങ്ങ് പോയിട്ട് വെള്ളത്തിൽ ചെന്ന് മുങ്ങിയിട്ട് മുകളിലോട്ട് പൊങ്ങിയാണ് ഈ സൈഡിൽ ഇങ്ങനെ ഇരിഞ്ഞാണത്തേൽ ഇങ്ങനെ പിടിച്ച് ആ പിടി പിന്നെ വിടാതെ കൊണ്ട് പിന്നെ കാല് എടുത്ത് അടുത്ത എവിടെയെങ്കിലും ഒന്ന് ഒതുക്കി വെക്കാമെന്നും പറഞ്ഞു വെക്കുന്ന സമയത്ത് ഒരു മാളം പോലെ അതോ ഉണ്ടായിരുന്നു. ഇങ്ങനെ കാലിട്ട് നോക്കിയ സമയത്ത് ആ സമയത്ത് അവിടോട്ടങ്ങ് കയറ്റി വെച്ചു കാല്. അങ്ങനെ കയറ്റി വെച്ചിട്ട് ഈ വലത്തെ കാല് വെള്ളം വിട്ട് അനക്കിക്കൊണ്ടിരിക്കുക. വെള്ളം വിട്ട് അനക്കാന്ന് വെച്ചാൽ പേടിച്ചിട്ടാണ് ഞാൻ സത്യം പറഞ്ഞാൽ വെള്ളം വിട്ട് അനക്കിയത്. അതിനകത്ത് ഇഴയന്തുക്കളുണ്ടെന്ന് പേടിച്ചിട്ടൊക്കെ ഈ വലത്തെ കാല് വെച്ച് ഇങ്ങനെ അനക്കുക. പക്ഷെ ഈ ഇടത്തെ കാല് അന്നേരം മുതലേ ഇങ്ങനെ സേഫ് ആണല്ലോ കാല്. അപ്പൊ പിന്നെ അവിടെ ഇങ്ങനെ ഉറപ്പിച്ച് തന്നെ വെച്ചിരുന്നു. വീണപ്പോ ബുദ്ധിമുട്ട് തോന്നിയായിരുന്നോ? മുങ്ങി അല്ല വീണത് എങ്ങനെ നടുവും തല്ലിയാണ് വീണത്? ഇല്ല ഒന്നുമില്ല. ആ താഴോട്ട് അതേപോലെ അങ്ങ് പോയി താഴെ ഈ നിശ്ചലമായിട്ട് കിടക്കുന്ന വെള്ളമാകുമ്പോ അതിനകത്ത് കിടക്കുന്ന സാധനങ്ങളെല്ലാം നമ്മൾ കണ്ടു. താഴെ ചെന്നിട്ട് പിന്നെ കാല് തട്ടിയോ പോയി? താഴെ നമ്മള് താഴെ ആണെങ്കിൽ ചെളി കിടപ്പുണ്ട്. അപ്പൊ ആ ചെളി താന്നു പോകുമ്പോ നമ്മുടെ മേളിൽ വെള്ളം വരും. ചെളി മുങ്ങി പോവാണെങ്കിൽ നമ്മുടെ മേളിൽ വരും. അങ്ങനെ കാല് തറയിച്ചെന്ന് കുത്തി വെള്ളമുണ്ട്. പിന്നെ നമ്മൾ വീണ്ടും നമുക്ക് എന്തെങ്കിലും ഒരു അസ്വസ്ഥത വന്ന് പുറകോട്ട് വീഴുമായിരുന്നെങ്കിൽ ആ ചെളിക്കകത്ത് ഒന്നി മുങ്ങിപ്പോയേനെ പിന്നെ ഒട്ടുമേ ഞാൻ നൂരുമെന്ന് എനിക്ക് പ്രതീക്ഷയില്ല. എന്ന് വെച്ച് കഴിഞ്ഞാൽ വീണ്ടും വീണ് കഴിയുമ്പോൾ നമ്മൾ ആ ഒരു ആദ്യം നമുക്ക് എവിടെയെങ്കിലും പിടിക്കണം, രക്ഷപ്പെടണം എന്നുള്ള ഇതിലാണല്ലോ പിടിക്കുന്നത്. പിന്നെ നമ്മുടെ എല്ലാ ഇതും അങ്ങ് പോയി. എന്ന് വെച്ചാൽ പിന്നെ നമുക്കങ്ങ് എന്തുവാ വിശപ്പും ദാഹവും ഒക്കെ ഉണ്ട്. പിന്നെ നമ്മളിങ്ങനെ ദൈവത്തെ വിളിച്ച് ഇങ്ങനെ അതിനകത്തങ്ങ് നിൽക്കുക. സമയങ്ങൾ കഴിയുന്തോറും നമുക്ക് പേടി വരുക. പക്ഷേ എത്ര സമയം ഇതിനകത്ത് കിടന്നു? ഞാനിവിടുന്ന് 4:30 ആയപ്പോഴായി കതവും ചാരി അങ്ങോട്ട് ഇറങ്ങുന്നത്. അപ്പൊ എങ്ങനെയായാലും 5 മണിക്കൊക്കെ അതിനകത്ത് വീണ് കാണും. 5 മണിയായി കാണും വീണപ്പോൾ. അപ്പം ആ 5 മണി മുതൽ പിറ്റേ ദിവസം ഞാൻ കരയ്ക്ക് വരുന്നത് 2:30 മണി എങ്ങാണ്ട് ആയി. അത്രയും സമയം അതിനകത്ത് കിടന്നു. 10-22 മണിക്കൂർ അതിനകത്ത് തന്നെ കിടന്നു. രാത്രി ഉറങ്ങാതെ ഈ ഉറങ്ങാതെ ദൈവം എന്നെ ഇരുത്തി അത്ര തന്നെ പറയണം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഉറക്കം വരുന്നുണ്ടായിരുന്നു, സ്വാഭാവികമാണ്. എനിക്ക് പ്രഷറുണ്ട്, കൊളസ്ട്രോൾ ഉണ്ട്, തൈറോയിഡ് ഉണ്ട്, ഇതെല്ലാം ഉള്ള വ്യക്തിയാണ്. പിന്നെ ദാഹം ഭയങ്കരമായിട്ട് ദാഹിക്കുന്നുണ്ടായിരുന്നു. ഈ ദാഹിക്കുന്ന സമയത്തൊക്കെ ഞാൻ അതിൽ നിന്ന് വെള്ളം കോരി കുടിച്ചു. അഴുക്കാന്നൊന്നും അന്നേരം നോക്കിയില്ല, അതിൽ നിന്ന് കോരി കുടിച്ചു. അതേ പറ്റത്തുള്ളായിരുന്നു, അങ്ങനെ കുടിച്ചു. രാത്രിയാകുമ്പോഴും നമുക്ക് പേടി കൂടി വരുക. എല്ലായിടവും ഇരുട്ടായി. മേളിലോട്ട് നോക്കുമ്പോൾ ഒന്നും മേളിൽ കാണുന്നതേ ഇല്ല, ഇരുട്ടായി. അതുവരെയൊക്കെ നമുക്ക് കുറേയൊക്കെ ധൈര്യം ഉണ്ടായിരുന്നു. ഇപ്പം എന്നെ കാണും, ആരെങ്കിലും കണ്ടുപിടിക്കും, ഇപ്പം ആരെങ്കിലും കണ്ടുപിടിക്കും ഒരിതുണ്ടായിരുന്നു. ഇരുട്ടി തുടങ്ങിയപ്പോഴത്തേനും സത്യം പറഞ്ഞാൽ പേടിയൊക്കെ വന്നെങ്കിലും പെട്ടെന്ന് അതൊക്കെ അങ്ങ് ബ്ലാങ്കായി പോവുക. ദൈവം അതൊന്നും പിന്നെ ഓർമ്മിപ്പിക്കുന്നില്ല. ഓർത്ത് പിന്നെ ഇങ്ങനെ ചിന്തിച്ചിരുന്നെങ്കിൽ ഞാൻ ഒരു വർഷം പുറകോട്ട് പോയി. ശരിക്കും അതിന്റെ തൊട്ടപ്പുറത്ത് തന്നെ വീടും ഉണ്ടല്ലോ, അവരാരും ഇത്രയും വലിയൊരു വീഴ്ചയുടെ ഒച്ചയൊന്നും കേട്ടില്ല. ഇവിടെയൊക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു പിന്നെ 5-5:30 ആകുമ്പോഴത്തേനും അമ്പലവും കാവും ഒക്കെ ഉണ്ട് അടുത്തടുത്ത്. ഭയങ്കര സൗണ്ട് ആയതുകൊണ്ട് ഒരു പക്ഷേ വിളിച്ചാൽ എനിക്ക് തോന്നുന്നു സൗണ്ട് ആയതുകൊണ്ടാന്ന് തോന്നുന്നു. പിന്നെ തന്നെയല്ല, പെണ്ണുങ്ങൾ മാത്രമേ ഉള്ളൂ. അവർ വൈകിട്ടാകുമ്പോഴത്തേനും കയറി ഈ പന്നിയുടെ ശല്യം കൊണ്ട് തന്നെ കയറി അങ്ങ് കഥ അടയ്ക്കും.
പിന്നെ എന്നാലും ഇവർ ഈ പിള്ളേരെയൊക്കെ അതിനകത്ത് വഴക്ക് പറയുന്നതും ആ ഗേറ്റിനകത്ത് പിള്ളേരെ ഓടിക്കുന്നതും വഴക്ക് പറയുന്നതും ഒക്കെ എനിക്ക് കേൾക്കാൻ പറ്റുമായിരുന്നു. ഇവർ ശബ്ദം കേൾക്കുമ്പോഴൊക്കെ ഞാൻ ഒച്ചത്തി വാവെക്കുന്നുണ്ട്, പക്ഷെ ഇവർക്ക് കേൾക്കാൻ പറ്റുന്നില്ല. എന്റെ സൗണ്ട് വരുന്നില്ല, മുകളിലേക്ക് എത്തുന്നില്ല. ഇടയ്ക്ക് ആരെയും ഇതിന്റെ അടുത്ത് എത്തുന്നതായിട്ടൊക്കെ തോന്നിയായിരുന്നു. രാത്രി പിന്നെ നമുക്ക് എത്ര മണിയായെന്നും ഒന്നും അറിയത്തില്ലല്ലോ. കുറേ നേരം കരയുകയും പറയുകയും എന്താ ദൈവം എന്നെ എന്തിനിങ്ങനെ ചെയ്തു എന്നൊക്കെ നമ്മളിങ്ങനെ ദൈവത്തോട് പരിഭവം ഒക്കെ ചോദിച്ചോണ്ടിരിക്കുന്ന സമയത്തൊക്കെ ഇങ്ങനെ ലൈറ്റടി കാണുന്നുണ്ട്. എന്നെ ഇവിടെ വീട്ടിൽ കാണാഞ്ഞ് എൻ്റെ ഹസ്ബൻഡ് 5 മണിയായപ്പോൾ വന്നല്ലോ. അപ്പം 7 മണിയായപ്പോൾ വന്നല്ലോ. അപ്പം ഈ പുള്ളിക്കാരൻ വന്നിട്ട് എന്നെ കാണാതിരുന്നപ്പോൾ അടുത്ത വീട്ടിലൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ നോക്കി നടക്കുന്നുണ്ട്. ഈ ലൈറ്റ് അടിക്കുന്നതൊക്കെ നമുക്ക് കാണാം അകത്ത്. എന്നിട്ടും ഈ കിണറിന്റെ മേളിൽ ഇത് ഇരിക്കുന്നത് കൊണ്ട് ഇവര് താഴോട്ട് നോക്കുന്നില്ല. താഴേക്ക് വീണിട്ടില്ല, മൊത്തം വീണിട്ടില്ല, കുറച്ചേ വീണിട്ടുള്ളല്ലോ. അപ്പൊ ഇതിരിക്കുന്നത് കൊണ്ട് ഇവരും ശ്രദ്ധിക്കുന്നില്ല കിണറില്. പുറത്തെടുത്ത് കിട്ടിയിരിക്കുന്ന ആ ഒരു കഷ്ണമാണോ താഴേക്ക് പോയേ? അല്ല, ഇത് മേളിൽ ഇരുന്ന കഷ്ണങ്ങളായി വെളിയിൽ കിടക്കുന്നത്. താഴെ പോയത് അതിനകത്ത് കിടപ്പുണ്ട്. നമ്മൾ ചവിട്ടി പോയത് അതിന്റെ കൂടെ താഴെ കിടപ്പുണ്ട്. ഒരു പക്ഷെ ഞാൻ ചിന്തിക്കുക, ഈ മേളിൽ ഇരിക്കുന്ന ഇത്രയും സാധനം കൂടെ എന്റെ പുറയിലങ്ങ് വന്നിരുന്നെങ്കിൽ തലയിലും വീണേനെ എന്തെങ്കിലുമൊക്കെ പരിക്കും പറ്റിപ്പോയി. കണ്ടുപിടിച്ചത് ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പറാണ്. ഞങ്ങളുടെ പഞ്ചായത്ത് മെമ്പറും അതിനു മുമ്പിലത്തെ പഞ്ചായത്തിന്റെ വൈസ് പ്രസിഡന്റും ഇവര് പോലീസിലൊക്കെ പരാതി കൊടുത്തിട്ട് വന്നപ്പോ ഇവിടെ എല്ലാം ഇങ്ങനെ നോക്കുക, എവിടെങ്കിലും ഉണ്ടോ നോക്കുക. പിറ്റേ ദിവസം രാവിലെയാ പോയി പോലീസിൽ പരാതി കൊടുക്കുന്നത്. അപ്പൊ ഇങ്ങനെ നോക്കുന്ന സമയത്ത് പിന്നെ ഇവരുടെയൊക്കെ ശബ്ദം എനിക്ക് കേൾക്കാം. എനിക്ക് എന്റെ വാർഡ് മെമ്പറുടെ സൗണ്ട് നല്ലതായിട്ട് മനസ്സിലായി. ഈ കൂടെ വന്ന വൈസ് പ്രസിഡന്റിനെയും മനസ്സിലായി. അപ്പൊ എനിക്ക് മനസ്സിലായോ ഇവർ രണ്ടും ആണല്ലോ. ഒന്ന് വാർഡ് മെമ്പർ സൂസി, മറ്റേത് മുരുകൻ എന്ന് വിളിക്കുന്ന ശൈലേന്ദ്രനാഥ്. അപ്പൊ ഇവരുടെ രണ്ടിന്റെയും ഇത് കേട്ടപ്പോൾ ഞാൻ വിചാരിക്കുന്നുണ്ട്, ഇവരൊക്കെ ഉണ്ടല്ലോ മേളില്, ഇപ്പൊ എന്നെ രക്ഷിക്കും. പക്ഷെ ഇവര് കിണറിന്റെ ഉള്ളോട്ട് വരുന്നില്ല. അപ്പോഴത്തേനും ഞാൻ നല്ല കാറിച്ച, ഭയങ്കര ഒച്ചത്തിൽ കാറുന്ന സമയത്ത് ഈ എൻ്റെ വാർഡ് മെമ്പർ പറയുന്നു എന്തോ ഒരു അനക്കം കേൾക്കുന്നു എന്ന് പറയുന്നു. അപ്പൊ ഈ അനക്കം കേൾക്കുന്നു എന്ന് പറയുന്നതൊക്കെ എനിക്ക് കേൾക്കാം. അപ്പൊ ഞാൻ പറഞ്ഞു അതാണ്ടാ പിന്നെ ഒരു മരം നിൽക്കുന്നില്ലയോ അവിടെ എവിടെയോ എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ വീണ്ടും കിടന്ന് സൂസിന്ന് കിടന്ന് ഇങ്ങനെ വിളിക്കുന്നുണ്ട്. അപ്പൊ അന്നേരം വാർഡ് മെമ്പർ പറഞ്ഞു ഇത് മനുഷ്യരുടെ ശബ്ദമാണല്ലോ എന്നും പറഞ്ഞ് വന്ന് നോക്കുമ്പം ഇവളാണ് കാണിക്കുന്നത്. അയ്യോ ദാ ഒരു ഹോള്, ആ നടുക്ക് ഭാഗത്ത് ആ ഹോള് താണ്ടേന്ന് പറഞ്ഞു. അപ്പൊ അവർക്ക് പൊട്ടിപ്പോയ സാധനത്തിന്റെ സൈഡ് കണ്ടു. അടങ്ങിയിരിക്കുമായിരുന്നു. ആ സാധനം കണ്ടപ്പോഴാണ് അവള് പറയുന്നത് അയ്യോ ഇതിനകത്ത് വീണതാ. അപ്പൊ ഇവള് അന്നേരം അങ്ങോട്ട് തലയിട്ടിട്ടെങ്ങാണ്ട് ചോദിക്കുന്നുണ്ട് റോസമാമയാണോ എന്ന് ചോദിക്കുന്നുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞു ആന്നു ഇങ്ങനെ കൈ കാണിക്കുന്നത്, ഇവർക്ക് കൈ കാണിക്കുന്ന ഒന്നും കാണത്തില്ലെന്ന് അവര് പറഞ്ഞു. അവര് പറയാം താഴോട്ട് നോക്കുമ്പോ എന്തോ ഒരു തേങ്ങ കിടക്കുന്ന പോലെ ഒരു സാധനം കാണുന്നു, തല മാത്രം കാണുന്നു. അപ്പം സൗണ്ട് കേട്ടപ്പോൾ ഇവർ ഈ സാധനം ഈ മേളിൽ ഇരിക്കുന്നത് പെതുക്കെ എടുത്ത് മാറ്റിയെന്ന് പറഞ്ഞു. എന്ന് വെച്ചാൽ വീണ്ടും വീണ് കഴിഞ്ഞാൽ എൻ്റെ തലയിൽ തന്നെ വീണ്ടും വീഴും. അപ്പോൾ അവരതെടുത്ത് മാറ്റി വെച്ചെന്ന് പറഞ്ഞു. മാറ്റി വെച്ചിട്ട് പിന്നെ എന്നോട് സംസാരിച്ചു, ഞാനാണോന്ന് തിരക്കുന്നതും ഞാനാണെന്ന് പറയുന്നുണ്ട്. അപ്പം ഞാനിങ്ങനെ ഇവരോട് വെള്ളമാണ് ചോദിക്കുന്നത്. വെള്ളം വേണമെന്ന് പറയുമ്പോൾ ഇവരിങ്ങനെ പിന്നെ 15 മിനിറ്റ് പറയുന്നുണ്ട്. 15 മിനിറ്റ് പറയുന്ന സമയം കൊണ്ട് ഞാൻ കേൾക്കുന്നുണ്ട് 101 വിളിക്കുന്നുണ്ട്. ഈ 101 വിളിക്കുന്നതെന്ന് വെച്ചാൽ അടൂർ ഫയർഫോഴ്സിനെയാണ് വിളിക്കുന്നത്. ഫയർഫോഴ്സിനെ വിളിക്കുന്നതും ഫയർഫോഴ്സ് വരുന്നതിന് മുമ്പേ അവരുടെ ആംബുലൻസിൽ 2 പോലീസുകാരാ വന്നതെന്ന് ഇവർ പറഞ്ഞു. ഈ പോലീസുകാർ വന്ന ഉടനെ ആളിന്റെ അനക്കം ഉണ്ട് സാറേ എന്ന് പറഞ്ഞപ്പോഴത്തേനും ഇവരിറങ്ങിക്കഴിഞ്ഞു. ഇവരിറങ്ങി വരുമ്പോഴും എന്നോട് 2 ഫയർഫോഴ്സുകാര് താഴെ ഇറങ്ങി ഉടൻ താഴെ ഇറങ്ങി വരുമ്പോഴും എന്നോട് ഇങ്ങനെ ചോദിച്ചുകൊണ്ടിരിക്കുക സേഫാണോ, വർത്താനം പറ എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ വന്നുകൊണ്ടിരിക്കുക. താഴെ ഇവരെ കണ്ടപ്പോഴത്തേനും എനിക്ക് ജീവൻ വീണെന്ന് വെച്ചാൽ അന്നേരം വരെ എൻ്റെ ഈ നരമ്പുകൾ ഓരോന്നുണ്ടല്ലോ ഇങ്ങനെ ഇത്തറ്റം പൊങ്ങി ഇങ്ങനെ നിൽക്കുക. എന്നുവെച്ചാൽ അത്രയും നേരം ഞാനിങ്ങനെ ബലം പിടിച്ചിങ്ങനെ നിൽക്കുക. ഈ പേശികളെല്ലാം അങ്ങ് വരിഞ്ഞ് മുറുക്കിയിരിക്കുക. അപ്പം ഞാൻ താഴെ ഈ പോലീസുകാർ വന്നപ്പോൾ ഞാൻ ചോദിച്ചു സാറേ ഞാൻ സാറിൻ്റെ കയ്യിലൊന്ന് പിടിച്ചോട്ടെ. അന്നേരം ആ പോലീസുകാരൻ പറഞ്ഞു പിടിച്ചാട്ടെന്ന് പറഞ്ഞു. ഞാൻ പുള്ളിയുടെ ദേഹത്തോട്ട് കൈ വെച്ച് കഴിഞ്ഞപ്പോൾ പുള്ളി നമ്മുടെ കൈ തൊട്ടപ്പോഴേ തണുപ്പ്. അന്നേരം മറ്റേയാളോടും പറഞ്ഞ് പെട്ടെന്ന് ഇറങ്ങി വരാൻ പറഞ്ഞു. ഇവർ രണ്ടും എൻ്റെ കൈയൊക്കെ തിരുമ്മി ചൂടാക്കി തന്ന് എന്നതിന് ശേഷമാണ് ഇവർ എന്നെ വല ഇറക്കിയിട്ട് ആ വലയ്ക്കകത്ത് കയറ്റിയിരുത്തുന്നു. അവർക്ക് വേണമെങ്കിൽ മേളി എന്ന് എന്തെങ്കിലും ചെയ്താലൊക്കെ മതിയായിരുന്നു. പക്ഷെ അവരിറങ്ങി താഴെ വന്ന്
നമുക്ക് വേണ്ട എല്ലാം പെട്ടെന്ന് തന്നെ അവരിറങ്ങി വന്ന് നമ്മളെ സേഫാക്കി കയറ്റി. ഞാൻ മേളി വന്നു കഴിഞ്ഞ് ചായ വാങ്ങിച്ചു കുടിച്ചു. ചായ കുടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് മയങ്ങിപ്പോയി. അതുവരെ നല്ല ബോധം ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ ബോധം തെളിയുന്നതെന്ന് വെച്ചാൽ ഞാൻ കണ്ണു തുറന്ന് നോക്കുമ്പോൾ ആംബുലൻസിൽ കിടക്കുക. പിന്നെ അടൂർ ഗവൺമെന്റ് ആശുപത്രി കൊണ്ട് ചെല്ലുന്നു. പിന്നെന്ന് വെച്ചാൽ പെട്ടെന്ന് എല്ലാ കാര്യങ്ങളും അങ്ങ് നടന്നു. ഗവൺമെന്റ് ആശുപത്രി ഇങ്ങനെയാണെന്ന് പറയുമ്പോഴത്തേനും അവര് പെട്ടെന്ന് പ്രാഥമിക ശുശ്രൂഷയൊക്കെ തരുന്നു. അപ്പോഴത്തേനും നമ്മുടെ പഞ്ചായത്ത് മെമ്പർമാരെ, നമ്മുടെ ഇവിടെയുള്ള ജനപ്രതിനിധികളെല്ലാവരും വന്നു. ഒബ്സർവേഷന്റെ ആ ഹോളിലെല്ലാം ജനപ്രതിനിധികളും രാഷ്ട്രീയക്കാരും മൊത്തം ഉണ്ട്. ഈ ഒരു രാത്രി, അതായത് ഇപ്പൊ എന്തായാലും വീണ സമയത്തൊക്കെ പിന്നെ ഒരു ഇരുട്ടായി, മോളിൽ നിന്ന് വെളിച്ചൊന്നും വരാതിരുന്ന സമയത്ത് എന്തായിരിക്കും മനസ്സിലൊരു ചിന്ത? അത് അറിയാനൊരു ഇതുണ്ട്. കാരണം എന്താണെന്ന് വെച്ചാല് എന്താണ് ചിന്തയെന്ന് വെച്ചാല് ആദ്യം ഞാൻ ദൈവത്തോട് തന്നെ ചോദിച്ചു, ദൈവം നീ എന്നെ കൈവിട്ടോ എന്ന് വെച്ചാൽ ഞാൻ അതിനകത്ത് കിടന്ന് മരിച്ചു പോയെങ്കിൽ, ഒരു പക്ഷെ മരിച്ചു പോവുകയാണെങ്കിൽ പിന്നെ എൻ്റെ ഭർത്താവിനോട് ആൾക്കാർ പറഞ്ഞേനെമായിരുന്നു പുള്ളി എടുത്ത് തല്ലി കൊന്നെടുത്തിട്ടാന്ന് പറഞ്ഞേനെ. എന്നത്തേക്കും എൻ്റെ വീട്ടിലുള്ളവർക്കും ഒക്കെ ഒരു ഇതായിട്ട് വന്നേനെമായിരുന്നു. ഈ സമയത്തൊക്കെ എല്ലാരും ചേച്ചിയുടെ ഫോണിലൊക്കെ വിളിച്ചിട്ടുണ്ടാവും. ഉണ്ട് എല്ലാം. ഞാൻ പിന്നെ എൻ്റെ ഈ ഫോൺ കൊണ്ട് തന്നപ്പോൾ അതിനകത്തെല്ലാം ആദ്യം ഞാൻ കാണുന്നത് പിന്നെ എൽസബത്ത് മാവ് മിസ്സിങ്. അത് കഴിഞ്ഞിട്ട് അടുത്ത ഉടനെ കാണുന്നു കണ്ടു കിട്ടി, പന്നി കുത്തി. ഇന്നലെയും ഞാൻ ചേച്ചിയെ കണ്ടതാണ്. അപ്പോൾ ഒരു പ്രായമുള്ള ഒരു അപ്പച്ചൻ ഒരു ഗ്രൂപ്പിനകത്ത് ഇട്ടേക്കുന്നു, അയ്യോ ഇന്നലെയും കൂടെ ഞാൻ അതിൻ്റെ അടുക്ക സംസാരിച്ചതാ, ഇന്ന് രാവിലെ സംസാരിച്ചു എന്നൊക്കെ പറഞ്ഞ് ഇങ്ങനെ ഓരോരുത്തരും നമ്മൾ അത്യാവശ്യം എല്ലാവരോടും വേണ്ടു. അതുകൊണ്ട് എല്ലാവരും എന്നോടും വലിയ കാര്യമായിരുന്നു. അപ്പോൾ കണ്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോൾ അവർക്കൊരു ഈ ഫയർഫോഴ്സുകാർ വന്ന് അവരെ ഇപ്പം നേരത്തെ അവരുടെ കയ്യെ പിടിച്ചെന്ന് പറഞ്ഞല്ലോ, ആ കയ്യെ പിടിച്ചപ്പോൾ ഉണ്ടായ ആ ഒരു അയ്യോ അപ്പൊ എനിക്ക് എന്താ പിന്നെ ഞാൻ ഫ്രീ ആയല്ലോ. അപ്പൊ എന്നെ അന്നേരം എന്റെ വിചാരം ഞാൻ എന്റെ കൈയൊക്കെ നോക്കിയപ്പോ തന്നെ എനിക്ക് തന്നെ അങ്ങ് പേടി വന്നു. പിന്നെ അവരെന്നെ ശരിക്കും പിടിച്ചു, താഴെ വീഴത്തില്ല എന്നുള്ള ഒരു നല്ല ബോധമുണ്ട്. പിന്നെ വീണ്ടും ഞാൻ വീഴത്തില്ലല്ലോ എന്നുള്ള. അപ്പോഴാണ് സത്യം പറഞ്ഞാലൊരു ഈ മേളി ആദ്യം കണ്ടപ്പോ ബാബുച്ചാൻ ചോദിക്കുന്നു, റോസ ഞാൻ വരട്ടെ എന്ന് ചോദിക്കുന്നു. അപ്പൊ അവിടെ നിന്നവർ പറഞ്ഞു വേണ്ട, ഇപ്പൊ ഫയർഫോഴ്സുകാർ വരുമെന്നൊക്കെ പറയുന്നത് ഞാൻ കേൾക്കുന്നുണ്ട്. കാട്ടുപന്നി ഭയങ്കര ശല്യം ഇവിടെ, ഭയങ്കര ശല്യം എന്ന് വെച്ചാൽ നമ്മൾ ഈ കാട്ടുപന്നി ഇറങ്ങുന്ന സമയത്ത് ഓരോ ട്രോൾ ഉണ്ടായിരുന്നല്ലോ, ട്രെയിൻ പോന്നു, നമ്മളിങ്ങനെ കാണുമായിരുന്നല്ലോ ഓരോരുത്തർ ഓരോന്ന് ഇടുന്നതൊക്കെ യൂട്യൂബിൽ കൂടെ ഒക്കെ കാണും, ട്രെയിൻ പോകുന്നു. ഇപ്പം ഞങ്ങൾ നിരന്തരം കണ്ടോണ്ടിരിക്കുക. ഇതത്തുങ്ങൾ ഇങ്ങനെ റോഡ് ക്രോസ് ചെയ്തതിന് ശേഷമേ ഞങ്ങൾക്ക് പോകാൻ പറ്റത്തുള്ളൂ. അത്രയ്ക്ക് ശല്യമായി പോയേക്കോ. കാട് ഇവിടെ എല്ലാം കുറേശ്ശെ എന്ന് വെച്ചാൽ റബ്ബർ വെട്ടാനാണില്ല. ശരിക്കത്തെ ഫോറസ്റ്റ് എന്ന് വെച്ചാൽ പിന്നെ കോന്നി ഉള്ളൂ. പിന്നെ പിന്നെ നമുക്ക് ഈ വീണതിന്റെ തൊട്ടപ്പുറത്തെന്ന് വെച്ചാൽ പോലീസ് ക്യാമ്പാ, KP-യുടെ 3rd ബറ്റാലിയൻ. അതിനകത്ത് 10,000 പിള്ളേർ പഠിക്കുന്നു, 1000 പിള്ളേര്, പിന്നെ 1000 ഫാമിലി ഉണ്ട്. ഇവരുടെ എല്ലാവരുടെയും കൂടെ ആഹാരത്തിന്റെ ബാക്കിയായാലും എല്ലാം വേസ്റ്റ് കുഴി കൊണ്ട് കളയുന്നതാ. ഈ വേസ്റ്റ് കുഴി ഇഷ്ടം പോലെ ആഹാരം കിട്ടും, പിന്നെ താഴെ ഒരു തോടുണ്ട്, ഇഷ്ടം പോലെ വെള്ളം കിട്ടും. പിന്നെ ഇത് എവിടെയെങ്കിലും ഒക്കെ കയറി കിടക്കുമായിരിക്കും ഒരു പക്ഷേ. നമ്മളോർക്കുക വനമില്ലാത്ത ഈ പ്രദേശത്ത് ഇത്രയും ശല്യമാണെങ്കിൽ വനമുള്ളിടത്തൊക്കെ എന്തുമായിരിക്കും. പലപ്പോഴും പത്രത്തിൽ കാണുന്നുണ്ട് കാട്ടുപന്നിയുടെ ശല്യം, ആനയുടെ ശല്യം ഒക്കെ നമ്മൾ കേൾക്കുമ്പോൾ ഇപ്പം നമുക്ക് മനസ്സിലാവും. ഇപ്പം ആനയില്ലെന്നേ ഉള്ളൂ, ഇനിയിപ്പം ഈ കാട്ടുപന്നിയെ പോലെ ആനയാവുമായിരിക്കും. അത്ഭുതകരമായ രക്ഷപ്പെടൽ തന്നെയാണ്. ഏതായാലും ചേച്ചിനെ നേരിട്ട് വന്ന് കാണുന്നുണ്ടായിരുന്നു. അപ്പോൾ ഇത്ര നേരം നമ്മോട് സംസാരിച്ചതിന് ഒത്തിരി നന്ദി. താങ്ക് യു.
അപ്പോൾ എലിസബത്ത് ചേച്ചിയുടെ അനുഭവിച്ച ആ കാര്യങ്ങളും അതുപോലെ തന്നെ അന്ന് നേരിട്ട ആ ഒരു മാനസിക സംഘർഷങ്ങളും ആ ഒരു സിറ്റുവേഷൻ എങ്ങനെ ഓവർകം ചെയ്തു എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് നമ്മളിപ്പോൾ ഇന്ന് കണ്ടത്. വളരെ അത്ഭുതകരമായ ഒരു സംഭവം തന്നെയാണ്. ഇത്രയും ആഴത്തിലുള്ള ഒരു കിണറ്റിലേക്ക് വീണിട്ട് പരിക്കുകളൊന്നും കൂടാതെ രക്ഷപ്പെട്ടു എന്ന് മാത്രമല്ല 24 മണിക്കൂർ ആ കിണറിൻ്റെ ഉള്ളിൽ പിടിച്ചു നിൽക്കാൻ പറ്റി. ഒരു വലിയ കാര്യം തന്നെയാണ്. എനിക്ക് ഈ സംഭവം തന്നെ കേട്ടപ്പോൾ എനിക്ക് പല കാര്യങ്ങളുമായിട്ട് ഇത് ഒരു കണക്ഷൻ ഉണ്ടെന്ന് തോന്നി. ഒന്നാമത്തെ കാര്യം ഇപ്പോൾ ഈ അടുത്തിറങ്ങി ഹിറ്റായിട്ട് നിൽക്കുന്ന മഞ്ഞുമ്മൽ ബോയ്സ് എന്ന് പറയുന്ന ആ ഒരു സിനിമയിലെ അതിൻ്റെ അകത്തും ഇതുപോലെ തന്നെ ഗുഹയ്ക്കകത്ത് വീണ് പോയ ഒരാളുടെ കഥയാണ് എങ്കിൽ ഇതും അതുമായിട്ട് സാമ്യമുണ്ട്. അതുപോലെ തന്നെ നമുക്ക് നമ്മുടെ നജീബിക്ക, ആടുജീവിതത്തിലെ നജീബിക്കയുടെ കാര്യത്തിലും നമുക്ക് ഇതുമായിട്ട് ഒന്ന് കണക്ട് ചെയ്യാനായിട്ട് പറ്റും. അദ്ദേഹം ഈ പറയുന്ന പോലെ മരുഭൂമിയിൽ എല്ലാം നഷ്ടപ്പെട്ട് ഒരു അടിമപ്പണി 2-2.5 വർഷം അവിടെ ചെയ്തപ്പോൾ അപ്പോഴും അദ്ദേഹവും ഇതുപോലെ തന്നെ ഒരു വലിയൊരു ഗർത്തത്തിൽ പെട്ട് കിടക്കുന്ന അവസ്ഥയിൽ തന്നെ ആയിരിക്കും. തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. അപ്പോൾ ആ ഒരു സാഹചര്യത്തിൽ നിന്നും അദ്ദേഹം അത്രയും നാൾ 2-2.5 വർഷം പിടിച്ചു നിന്ന് കരകയറിയാണ് ആ ജീവിതത്തിലേക്ക് കയറി വന്നത്. അപ്പോൾ ഈ കഥകളെല്ലാം നമ്മൾ കാണുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. നമ്മുടെ ജീവിതത്തിൽ ഒരു പ്രയാസഘട്ടം, എത്ര വലിയ പ്രയാസഘട്ടം വന്നാലും അതിനപ്പുറത്ത് ഒരു നല്ല കാലം നമുക്ക് വരും. ആ ഒരു സമയത്ത് നമ്മൾ എങ്ങനെ പിടിച്ചു നിൽക്കുന്നു, എങ്ങനെ നമ്മൾ അതിനെ ഓവർകം ചെയ്യുന്നു എന്നുള്ളതിനെ അനുസരിച്ചായിരിക്കും നമ്മുടെ മുന്നോട്ടുള്ള ജീവിതം. അപ്പോൾ ഇത്തരം പ്രതിസന്ധി ഘട്ടങ്ങളൊക്കെ വരുമ്പോൾ നമ്മൾ തീർച്ചയായിട്ടും ആലോചിക്കേണ്ട ഒരു കാര്യം, ഇത് കഴിഞ്ഞും നമുക്കൊരു ജീവിതം ഉണ്ട്. ജീവൻ ഒരു ശകലമെങ്കിലും ബാക്കി തരുന്നത് നമുക്ക് മുന്നോട്ടും കാര്യങ്ങളും ചെയ്യാനുണ്ട്. അപ്പോൾ ഒരിക്കലും പ്രതീക്ഷ നഷ്ടപ്പെടാതെ നമ്മൾ വരുന്ന തടസ്സങ്ങളെയൊക്കെ വളരെ ധൈര്യസമേതം നേരിട്ടുകൊണ്ട് ജീവിതം മുന്നോട്ട് കൊണ്ടുപോകുക എന്നൊരു മെസ്സേജാണ് ഈ വിഷയങ്ങളെല്ലാം നമുക്ക് തരുന്നത്. ഏതായാലും അടൂരിൽ നിന്ന്, ഈ ചേച്ചിയുടെ വീട്ടിൽ നിന്ന് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. താങ്ക് യു.